പ്രിയമുള്ളവരെ, എല്ലാ സഹോദരന്മാരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. 16-ാം വാർഡ് തുരുത്തി മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഏത് ഭാഷയിൽ ഏത് വാക്കുകളിൽ അഭിനന്ദിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ച മലയാളത്തിൽ എനിക്ക് ഈ പരിപാടിയെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശ്രീമതി ഷായിന സലീം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീമുമായുള്ള വിവാഹം നടന്നത് ഏത് വർഷത്തിലാണെന്ന് എനിക്കറിയില്ല. അവർക്ക് നന്നായിട്ടറിയാം. ആ വിവാഹ സുദിനത്തെ അവരിപ്പോൾ സ്മരിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെപ്പോലും വെല്ലുന്ന രീതിയിലാണ് പ്രിയപ്പെട്ട ഷായിന സലീമിന് നിങ്ങൾ ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും ഇനി മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും ഇതുപോലെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഈ പരിപാടിക്ക് അത്രമാത്രം മനോഹാരിതയുണ്ട്. നിങ്ങളെ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് എനിക്ക് അറിയുകയുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ആവേശം അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ പാട്ടുപാടിയ നമ്മുടെ ആമദാജി അസ്മാസാജി ഇന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു തുരുത്തിയിലേക്ക് വരുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം തുരുത്തിയിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചത് എന്തിനാണ് എന്ന്. ഇപ്പോൾ ഉപ്പള അനീഫിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീണ്ട കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ അസ്മാസാജി ഇപ്പോൾ അനീഫിന് ഒരു ഭീഷണിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അസ്മാസാജി നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു കലാകാരനാണ്. എൻ്റെ മണ്ഡലത്തിൽ മനോഹരമായ ചില റോഡുകൾ അദ്ദേഹം പണിതിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലെയും അദ്ദേഹം നിർമ്മിച്ച മറ്റ് മണ്ഡലങ്ങളിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ റോഡുകൾക്ക് ഒരു പ്രത്യേക മനോഹാരിത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു പാട്ടുകാരൻ, ഒരു സംഗീതത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലാണ് അത്രയും മനോഹരമായ റോഡുകൾ അദ്ദേഹത്തിന് നിർമ്മിക്കാൻ സാധിച്ചത് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ച നമ്മുടെ അനീഫ് ഉപ്പള അടക്കം എല്ലാ കലാകാരന്മാരെയും അള്ളാഹു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഈ പ്രദേശത്തെ തുരുത്തിയിലെ 16-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ